തോട്ടം തൊഴിലാളികളുടെ സമരം ശക്തമായ വേളയിൽ നിർണായക PLC യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ദിവസക്കൂലി അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാറിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെയും പെൺപിള്ളെ ഒരുമയുടെയും നിരാഹാര രാപ്പകൽ സമരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ സമീർ വാഴങ്ങോട് ചേരുകയാണ്. സമീർ, സമരം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏത് രീതിയിൽ തന്നെയാണ് ട്രേഡ് യൂണിയന്റെയും ഒപ്പം പെൺപിള്ളെ ഒരുമയുടെയും സമരങ്ങൾ പുരോഗമിക്കുന്നത്? സുരേഷ്, വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ 28-ന് ആരംഭിച്ച അനിശ്ചിതകാല പണിമുടക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിനങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള രാപ്പകൽ നിരാഹാര സമരങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ട്രേഡ് യൂണിയന്റെയും പെൺപിള്ളെ ഒരുമയുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ തങ്ങളെ പിന്തിരിപ്പിക്കേണ്ടതല്ല, നാളെ നടക്കുന്ന PLCയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്ന് തന്നെയാണ് സർക്കാരിനോടും അതോടൊപ്പം തന്നെ കമ്പനി ഉടമകളോടും അവർക്ക് വ്യക്തമാക്കാനുള്ളത്. ഏതായാലും വളരെ നിർണായകമായ യോഗമാണ് നാളെ നടക്കാനിരിക്കുന്നത്. 2 തവണ ഇത്തരത്തിലുള്ള PLC യോഗങ്ങൾ ചേരുകയും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി പരാജയപ്പെടുകയും ചെയ്ത പശ്ചാത്തലം, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി നാളെ ഏറെ നിർണായകമാവുന്ന യോഗം ചെയ്യുന്നത്. ഈ യോഗത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ ഈ നിരാഹാര സമരമായിരിക്കില്ല, മറ്റു തരത്തിലുള്ള സമരങ്ങളിലേക്ക് തങ്ങൾ നീങ്ങും എന്നുള്ള മുന്നറിയിപ്പും ട്രേഡ് യൂണിയനും പെൺപിള്ളെ ഒരുമയും നൽകുന്നു. ഏതായാലും സമരം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തുടനീളമായി 3.5 ലക്ഷത്തോളം സമരമുറക്കും മുന്നോട്ട് സംസ്ഥാന വ്യാപകമായി തോട്ടം തൊഴിലാളികളുടെ സമരം പുരോഗമിക്കുകയാണ്. മൂന്നാറിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെയും അതോടൊപ്പം തന്നെ പെൺപിള്ളെ ഒരുമയുടെയും സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് സമീർ വാഴങ്ങോട് നൽകിയത്.